Welcome to class number 64, Universality of Chaos and Lyapunov Exponent. Universality of Chaos and Lyapunov Exponent. And this is for MSc Physics Classical Mechanics class. MSc Physics Semester 1 Classical Mechanics class. Class number CM64, Universality of Chaos and Lyapunov Exponent. So, universality of chaos and Lyapunov exponent. Universality of chaos. Chaos ഒരു യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ് എന്ന് പറഞ്ഞു നോക്കുകയാണ്. മീനിങ് ഓഫ് യൂണിവേഴ്സാലിറ്റി ഇൻ നോൺ ലീനിയർ ഡൈനാമിക്സ്. നോൺ ലീനിയർ ഡൈനാമിക്സ് അറിയാമല്ലോ, അതായത് F മൈനസ് കെ എക്സിൽ നിന്ന് വ്യത്യസ്തമായ മോഷൻസ്, കെ എക്സ് സ്ക്വയറൊക്കെ വരുന്ന മോഷൻ. ഇൻ നോൺ ലീനിയർ ഡൈനാമിക്സ് universality refers to the idea that very different physical systems exhibit similar patterns of chaotic behavior. In non-linear dynamics, universality refers to the idea that very different physical systems exhibit similar patterns of chaotic behavior. അതായത് വ്യത്യസ്തമായ ഡൈനാമിക്കൽ സിസ്റ്റംസ്, ഫിസിക്കൽ സിസ്റ്റംസ് ഒരേ തരത്തിലുള്ള കയോട്ടിക് ബിഹേവിയർ കാണിക്കും, നോൺ ലീനിയർ ഡൈനാമിക്സിൽ കാണിക്കും എന്ന് പറയുന്നതാണ് യൂണിവേഴ്സാലിറ്റി. അതായത് വ്യത്യസ്തമായ ഫിസിക്കൽ സിസ്റ്റംസാണ്, അവയെല്ലാം കാണിക്കുന്ന കയോട്ടിക് ബിഹേവിയർ ഏതാണ്ടൊക്കെ ഒരേ തരത്തിലാണ് എന്ന് പറയുന്നതാണ് ഈ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസ്, മെയിൻ സിസ്റ്റംസ് ഷെയർ കോമൺ ഫീച്ചേഴ്സ് നിയർ ദ ഓൺസെറ്റ് ഓഫ് കയോസ്. കയോസ് തുടങ്ങുന്നതോടെ ഈ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽ മാറ്റിവെച്ചാൽ, അത് നമ്മൾ ഒഴിവാക്കിയാൽ, ഇൻഡിപെൻഡൻ്റ് ആക്കിയാൽ, മിക്കവാറും എല്ലാ സിസ്റ്റംസ്, മെനി സിസ്റ്റംസ് ഹാവ് ഷെയർ കോമൺ ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഈ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസ് നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മിക്കവാറും സിസ്റ്റംസ് ഒരേ തരത്തിലുള്ള കയോട്ടിക് ബിഹേവിയർ അല്ലെങ്കിൽ കയോട്ടിക് ബിഹേവിയറിൽ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ്: ഫ്ലൂയിഡ് ടർബുലൻസ്, പോപ്പുലേഷൻ മോഡൽസ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, പെൻഡുലം സിസ്റ്റംസ്, ഇവയെല്ലാം നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. ഇവിടെയുള്ള കയോട്ടിക് ബിഹേവിയർ എല്ലാം ഏതാണ്ട് ഒരേ തരത്തിലാണ്. That is the definition of meaning of universality. Now we come to second part, B. Period doubling root to chaos. Period doubling root to chaos. കയോസിലേക്ക് ചെല്ലുന്തോറും പീരീഡ് ഡബിൾ ആകും, 4 times ആകും, 8 times ആകും എന്ന് പറയുകയാണ് ഓസിലേഷൻ്റെ അല്ലെങ്കിൽ മോഷൻ്റെ. എ വെൽ സ്റ്റഡീഡ് യൂണിവേഴ്സൽ പാത്ത് ടു കയോസ് ഈസ് ദി പീരീഡ് ഡബിളിംഗ് കാസ്കേഡ്. അപ്പോൾ പീരീഡ് ഡബിളിംഗ് കണ്ടിന്യൂസ് ആണ്, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. T എന്നുള്ളത് 2T, 4T, 8T ആകും. എ വെൽ സ്റ്റഡീഡ് യൂണിവേഴ്സൽ പാത്ത് ടു കയോസ് ഈസ് ദി പീരീഡ് ഡബിളിംഗ് കാസ്കേഡ്. എ സിസ്റ്റം ഫസ്റ്റ് ഷോസ് പീരിയോഡിക് മോഷൻ. ആദ്യം പീരിയോഡിക് മോഷൻ കാണിക്കും, പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ആസ് എ കൺട്രോൾ പാരാമീറ്റർ ഇൻക്രീസസ്, ദ പീരിയഡ് ഓഫ് ഓസിലേഷൻസ് ഡബിൾസ്. പീരിയഡ് 2, പീരിയഡ് 4, പീരിയഡ് 8 എറ്റ്സെട്ര അങ്ങനെ പോകും. ഇവൻച്വലി ആഫ്റ്റർ ഇൻഡെഫിനിറ്റ്ലി മെനി ഡബിളിംഗ്, കുറേ അധികം ഡബിളിംഗ് കഴിയുമ്പോൾ, eventually after infinitely many doubling, the system transitions to chaos. First observed in logistic map and later found in many real systems. അപ്പോൾ ലോജിസ്റ്റിക് മാപ്പിൽ നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടതാണ്. ഒത്തിരി റിയൽ പ്രോബ്ലംസിൽ ഈ യൂണിവേഴ്സാലിറ്റി നമുക്ക് കാണാം. ഫീഗൻബാം യൂണിവേഴ്സാലിറ്റി ഒന്നാമത്തെ അടുത്ത പോയിൻ്റായിട്ട് പറയുകയാണ്. സി പോയിൻ്റ്, ABC എന്നുള്ള പോയിൻ്റായിട്ട് പറയുകയാണ്. ഫീഗൻബാം യൂണിവേഴ്സാലിറ്റി എന്താണത്? ഡിസ്കവേർഡ് ബൈ മൈക്കൽ ഫീഗൻബാം ആണ് ഇത് കണ്ടെത്തിയത് 1970-കളിൽ. ഫീഗൻബാം കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ഈക്വൽ ടു 4.669 എറ്റ്സെട്ര ഇങ്ങനെ 3 കുത്തിട്ടാൽ മതി. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഡെൽറ്റ ഈസ് 4.669. ദാറ്റ് കണ്ടിന്യൂസ്. റേഷ്യോ ഓഫ് സക്സസീവ് ഇൻ്റർവൽസ് ബിറ്റ്വീൻ ബൈഫർക്കേഷൻ പോയിൻറ്റ്സ്. അപ്പോൾ ഇതൊരു റേഷ്യോ ആണ്. ബൈഫർക്കേഷൻ പോയിൻറ്റുകൾ തമ്മിൽ, തൊട്ടടുത്ത
ബൈഫർക്കേഷൻ പോയിന്റുകൾ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഫീഗൻബാം കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് കോൺസ്റ്റൻ്റ് ഉണ്ട്, ഫീഗൻബാം കോൺസ്റ്റൻറ്റ് ആൽഫ. നമ്മൾ പറഞ്ഞത് ഡെൽറ്റയാണ്. ആൽഫ ഈസ് ഈക്വൽ 2.502 എറ്റ്സെട്ര. സ്കെയിലിംഗ് ഫാക്ടർ ഫോർ ദി അട്രാക്ടർ വിഡ്ത്ത്. അട്രാക്ടർ വിഡ്ത്തിനുള്ള സ്കെയിലിംഗ് ഫാക്ടറാണ് ഇത്. These numbers are universal for all systems with quadratic non-linearity. Quadratic equationൻ്റെ ഫോമിലുള്ള ax² + bx എന്ന ഫോമിലുള്ള നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഇത് ഈ ഫീഗൻബാം കോൺസ്റ്റൻറ്റ് ആൽഫ എന്നുള്ളത് ബാധകമാണ്. നമ്പർ ഡി, ഇംപ്ലിക്കേഷൻ. ഇതിൻ്റെ സൂചന എന്താണ് എന്ന് നോക്കാം. Universality means that chaos has predictable structured on set even though the dynamics themselves are unpredictable. Universality means the chaos has predictable structured on set. അതായത് നമുക്ക് പ്രവചിക്കാവുന്ന പ്രത്യേക സ്ട്രക്ചറുള്ള, തുടക്കത്തിലെ ഒരു പ്രത്യേക സ്ട്രക്ചറുള്ളതാണ് യൂണിവേഴ്സാലിറ്റി. കയോസിൻ്റെ യൂണിവേഴ്സാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഡൈനാമിക് സിസ്റ്റത്തിന്, ഡൈനാമിക് സിസ്റ്റം അൺപ്രഡിക്റ്റബിൾ ആണെങ്കിലും ഈ യൂണിവേഴ്സാലിറ്റി പ്രഡിക്റ്റബിൾ ആണ്. പറയാം എങ്ങനെയായിരിക്കുമെന്ന്. ഇറ്റ് ഷോസ് ആൻ ഓർഡർ വിത്തിൻ ഡിസോർഡർ. അപ്പോൾ ഇത് ഈ നോൺ ലീനിയാരിറ്റി ഡിസോർഡറിലാണ്. ഡിസോർഡറിനകത്തുണ്ടാകുന്നൊരു ഓർഡറാണ് ഈ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് നമ്മൾ ABCD എന്നുള്ള നമ്പർ ഇട്ട ഒരു പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിൻ്റ് ലിയാപുനോവ് എക്സ്പെരിമെൻറ്റ് ഇൻ ക്ലാസിക്കൽ കയോസ്. When we study Lyapunov experiment, we see the Lyapunov exponent. What is Lyapunov exponent? A Lyapunov exponent measures the sensitivity to initial conditions. ഈ ആദ്യമുള്ള കണ്ടീഷൻസിലേക്കുള്ള ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എത്രമാത്രം അത് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെ കാണിക്കുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലാംഡ. Lyapunov constant symbol is lambda. Lambda is equal to limit t tends to infinity 1/t natural logarithm delta xt by delta x0. Limit delta tends t tends to infinity 1/t natural logarithm ln delta xt by delta x0. Interpretation. What is the explanation of this? Lambda greater 0 means trajectories diverge exponentially. That is, the trajectories are going to chaos. Lambda is equal to 0. The Lyapunov constant lambda is equal to 0. Neutral stability. Example, quasi-periodic motion. Lambda less than 0. You write as 0. Lambda less than 0. Trajectories converge to stable or periodic motion. ലിയാപുനോവ് എക്സ്പെരിമെൻ്റ് പ്രൊസീഡിയർ എന്താണ്? ഈ പരീക്ഷണത്തിൻ്റെ അതിൻ്റെ രീതി എങ്ങനെയാണ് ചെയ്യുന്നത്? ദ മെത്തേഡ് ഓഫ് ഡൂയിങ് ദി ലിയാപുനോവ് എക്സ്പെരിമെൻറ്റ്. ചൂസ് എ ഡൈനാമിക്കൽ സിസ്റ്റം. ഒരു ഡൈനാമിക്കൽ സിസ്റ്റം ചൂസ് ചെയ്യുക. എക്സാമ്പിൾ, ലോജിസ്റ്റിക് മാപ്പ്, പെൻഡുലം വിത്ത് ഡ്രൈവിംഗ് ഫോഴ്സ്. ഒരു ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുക. സ്റ്റാർട്ട് വിത്ത് 2 നിയർ ബൈ ഇനിഷ്യൽ കണ്ടീഷൻസ് x0 ആൻഡ് x0 പ്ലസ് ഇ. രണ്ട് തൊട്ടടുത്ത കണ്ടീഷൻസ് വിചാരിക്കുക. അത് x0 ഡിസ്പ്ലേസ്മെൻറ്റും x0 പ്ലസ് ഇ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എടുക്കുക. ഇവോൾവ് ബോത്ത് ട്രജക്ടറീസ് യൂസിങ് ദ സെയിം ഡൈനാമിക്കൽ റൂൾസ്. ഒരേ ഡൈനാമിക്കൽ റൂൾ വെച്ച് രണ്ട് ട്രജക്ടറിയും കണ്ടുപിടിക്കുക, ജനറേറ്റ് ചെയ്യുക. മിനിമം സെപ്പറേഷൻ ഡെൽറ്റ എക്സ് ടി ഓവർ ടൈം. മെഷർ സെപ്പറേഷൻ ഡെൽറ്റ എക്സ് ടി ഓവർ ടൈം. അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ നമ്മൾ അളക്കണം. പ്ലോട്ട് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടി വേഴ്സസ് ടി. ഡെൽറ്റ എക്സ് ടി വേഴ്സസ് ടി പ്ലോട്ട് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. നെക്സ്റ്റ്, മെഷർ സെപ്പറേഷൻ ഡെൽറ്റ എക്സ് ടി ഓവർ ടൈം. ഇനി അടുത്ത ഡെൽറ്റ എക്സ് ടി അളക്കണം. പ്ലോട്ട് ഡെൽറ്റ എക്സ് ടി വേഴ്സസ് ടി. The slope of the linear growth region gives the Lyapunov exponent. അപ്പോൾ അത് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പായിരിക്കും ലിയാപുനോവ് എക്സ്പോണൻ്റ് കാണിക്കുന്നത്. സി പാർട്ട്. ഇത് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഡബിൾ പെൻഡുലം. 2 പെൻഡുല വിത്ത് നിയർലി
identical initial angles quickly separate. Next, electronic circuits. Chua circuit shows measurable divergence. There is a special class of circuits called Chua circuits that shows measurable divergence. Logistic map. Iterative calculation reveals positive Lyapunov exponent in chaotic regions. Importance of this experiment. Lyapunov experiment provides a quantitative test for chaos. Next, it distinguishes true chaos from mere randomness or noise. Helps classify systems as regular, quasi-periodic, or periodic. Summary of this class, this Lyapunov exponent or universality of chaos. Universality of chaos, different systems exhibit the same patterns. Example, period doubling, root, Feigenbaum constants. Lyapunov experiment demonstrates exponential divergence of trajectories. Lyapunov exponent is a hallmark of chaos. What is the hallmark of chaos? If a one-word answer question is there, the question may be like this. What is the hallmark of chaos? It is Lyapunov exponent. അപ്പോൾ ഇതാണ് ഈ കൺട്രോൾ പാരാമീറ്റർ വെച്ച് ലിയാപുനോവ് എക്സ്പോണൻറ്റ് മാറുന്നത് കാണിക്കുന്നത്. ലിയാപുനോവ് എക്സ്പോണൻറ്റ് കൺട്രോൾ പാരാമീറ്റർ ആൽഫ വെച്ച് മാറുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ആൽഫ വളരെ കൂടിക്കഴിഞ്ഞാൽ അവിടെ ടർബുലൻസ് അല്ലെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ കയോസ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഗ്രാഫിൻ്റെ സൂചന. അപ്പോൾ ആദ്യം ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ വലിയൊരു ഗ്രാഫാണ്. പിന്നെ അത് ചെറുതായി മേപ്പോട്ട് പോയിട്ട് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആകും. അത് മീൻ ചെയ്യുന്നത് കയോസാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഈ യൂണിവേഴ്സാലിറ്റി ഓഫ് കയോസ് കാണിക്കുന്നതാണ്. കൺട്രോൾ പാരാമീറ്റർ ആൽഫയാണ് നമ്മൾ എക്സ് ആക്സ് എടുക്കുന്നത്. ലിയാപുനോവ് എക്സ്പോണൻറ്റ് ലാംഡയാണ് വൈ ആക്സ് എടുത്തിരിക്കുന്നത്. കർവിൻ്റെ അവസാന ഭാഗങ്ങളാണ് കയോസിൻ്റെ ആ യൂണിവേഴ്സാലിറ്റി കാണിക്കുന്നത്. എല്ലാത്തിനും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് യൂണിവേഴ്സാലിറ്റി ഓഫ് കയോസ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ പീരിയഡ് ഡബിളിംഗ് റൂട്ട് ടു കയോസ്. അതായത് നമ്മൾ 2T 40 80 പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ്. പിന്നീടുള്ള ഷോർട്ട് ആൻസറാണ് വാട്ട് ഈസ് Feigenbaum universality, give Feigenbaum constant. Feigenbaum constant ആണ്. Feigenbaum constants. Feigenbaum, BAU എന്ന് ചേർക്കണം. Feigenbaum. Next, give the procedure of Lyapunov experiment. Write its importance. Draw the Lyapunov plot. നമ്മൾ അവസാനം കണ്ട ഈ ഗ്രാഫ്, ഇതാണ് Lyapunov പ്ലോട്ട്. വരച്ച് പഠിക്കുക. That is all with your class number 64. We continue. With the 2 more classes, this paper will be over.